ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 sides of triangle are 10 centimeter and 9 centimeter and angle between those sides is 105. Find the area of the triangle. ഓക്കെ, ഫിഗർ തന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഫിഗർ എന്ത് ചെയ്യുക, വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. രണ്ട് സൈഡ്സ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 10ഉം 9ഉം ആയിട്ടാണ്. ഓക്കെ, അപ്പം ആംഗിൾ 105 അല്ലേ, കുറച്ചും കൂടി നമുക്ക് ചരിച്ചു വരക്കാം. ഓക്കെ, അപ്പോൾ 10ഉം 9ഉം ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ടെന്നും 9ഉം ആണ്. സൈഡ്സ് ഏത് വേണമെങ്കിലും എഴുതാം. ബേസ് 10 കിട്ടാൻ വേണ്ടിയാണ് സാർ അത് മാറ്റി എഴുതിയത്. 10ഉം 9ഉം ആണ് സൈഡ്സ് തന്നിരിക്കുന്നത്. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നെ മാർക്ക് ചെയ്യുക. എത്രയാണ്? 105 ഡിഗ്രി. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഏരിയ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ബേസ് 10 ഉണ്ട്, പക്ഷേ എച്ച് ഒരിക്കലും 9 അല്ല. കാരണം എച്ച് എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം ബേസിനോട്. ഇത് പെർപെൻഡിക്കുലർ അല്ല, കാരണം ആംഗിൾ 90 ഡിഗ്രി അല്ല. സോ വി ഹാവ് ടു മാർക്ക് ഹൈറ്റ് അല്ലേ. ഹൈറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. പക്ഷേ ഇതൊരു ഒപ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് 90 ഡിഗ്രിയേക്കാൾ വലിയ ആംഗിൾ വരുന്ന ട്രയാങ്കിളിനെയാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ ഹൈറ്റ് വരക്കുമ്പോൾ ട്രയാങ്കിളിൻ്റെ പുറത്തായിരിക്കും എന്ത് വരാം? ഹൈറ്റ് വരാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഇവിടെ നിങ്ങൾക്ക് പുറത്ത് കാണാം. അപ്പോൾ അതുകൊണ്ട് ബേസിനായിട്ട് ഞാൻ ഇത് ജോയിൻ ചെയ്യാനായിട്ട് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് അത് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ജസ്റ്റ് ഇവിടെ പുറത്ത് ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഞാൻ ഒന്ന് നെയിം ചെയ്യാണ്, എ ബി സി ഡി. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ പുറത്തൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഈ ട്രയാങ്കിളിലെ എ ബി ആണ് നമ്മുടെ ഹൈറ്റ്. അപ്പോൾ ഈ എ ബി കണ്ടുപിടിക്കാനായിട്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. പക്ഷേ ആംഗിൾ നമുക്ക് വേണം. അപ്പോൾ നിങ്ങളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം sin 75 എന്ത് തന്നിട്ടുണ്ട്? 0.97 എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ sin 75 അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ പെയർ വെച്ച് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആംഗിൾ 105ൻ്റെ തൊട്ടടുത്തുള്ള ആംഗിൾ എത്രയാണ് വരിക? 75 വരാം അല്ലേ. അതായത് 180 മൈനസ് 105. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75. അതായത് ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 105. സോ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 75 കിട്ടി. ഇനി ഈ 75 വെച്ചിട്ട് നമുക്ക് എന്ത് എടുക്കാം? ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 75ൻ്റെ ഏത് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. 75ൻ്റെ ഏത് സൈഡാണ്? 75ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി, അതാണ് നമ്മുടെ ഹൈറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്നത് ഏത് സൈഡാണ് നോക്കാം. നമുക്കറിയാവുന്നത് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അറിയാവുന്ന ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. എത്രയാണത്? 9 ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്നതുകൊണ്ട് നമ്മളിവിടെ എന്തെടുക്കുന്നു? sin 75 എടുക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് എ ബി ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എ സിന്ന് എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്തെന്ന് എഴുതാം? 9 എഴുതാം. ഓക്കെ, ഇനി എക്സാമിന് നിങ്ങൾക്ക് sin 75 മാത്രമായിരിക്കൂല. ഇപ്പോൾ സൈൻ തന്നുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം സൈൻ ആണ് എടുക്കേണ്ടത്. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് കോസും ടാനൊക്കെ ഇതിൻ്റെ കൂടെ തരും, കാരണം നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കാം. sin 75 എത്രയാണ്? 0.97 അല്ലേ. 0.97 ഇസ് ഈക്വൽ ടു എ ബി ബൈ 9. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരണം അല്ലേ. ഡിവൈഡ് 9 അപ്പുറം പോകുമ്പോൾ ഇൻറ്റു 9 ആവും. സോ 0.97 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? എ ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. 0.97 ഇൻറ്റു 9 എത്ര കിട്ടും നമുക്ക്? 8.73 ആണ് നമുക്ക് കിട്ടുക. സോ എ ബി ഇസ് ഈക്വൽ ടു 8.73. ഇതാണ് നമ്മളുടെ ഹൈറ്റ്. ക്ലിയർ അല്ലേ? ഇനി ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 8.73. ഓക്കെ, ഇത് ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 10ൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 5 ടൈംസ് പോകും. സോ 8.73 ഇൻറ്റു 5 ചെയ്താൽ ആൻസർ കിട്ടി 43.65. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓൾറെഡി ഫിഗർ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി
അതിൽ സി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ് 30 ആണ്, ബി എത്രയാണ് 90 ഡിഗ്രി ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞ സൈഡ് 3 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കാം, ഡയറക്റ്റ് ചെയ്യാം. ഈ സിയുടെ ഏത് സൈഡാണ് എ ബി? ഓപ്പോസിറ്റ് സൈഡാണ് എ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി സി ഏത് സൈഡാണ്? അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ ആയിരിക്കണം? ടാൻ ആയിരിക്കണം. സോ നമുക്കിവിടെ എന്തെടുക്കാം? ടാൻ 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 30യുടെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല, കാരണം 30, 60, 45 ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ടാൻ 30യുടെ വാല്യൂ 1/√3 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 3 ബൈ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് അറിയില്ല, ബി സി എന്ന് എഴുതി. സോ ഡിനോമിനേറ്റർ വേണം നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ. സോ ബി സി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, എന്നിട്ട് ഈ √3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3√3 ആവും. ആൻസർ ഇസ് 3√3. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The length of diagonal of a square is 12. Find the area of the square. സ്ക്വയർ ഫിഗർ തന്നിട്ടില്ല, നമ്മൾ സ്ക്വയർ വരച്ചു. സ്ക്വയറിൻ്റെ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഇസ് 12. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, എത്രയാണ്? 12. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ സൈഡ് കണ്ടുപിടിച്ചാൽ പോരെ. സൈഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് സ്ക്വയർ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഡി ഈസ് ഈക്വൽ ടു a√2. ഇതൊരു ഇക്വേഷനാണ്. സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സൈഡിനേക്കാളും ഒപ്പം ഒരു √2 ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ ഡയഗണലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ഈസ് ഈക്വൽ ടു d/√2. സോ എ ഈസ് ഈക്വൽ ടു ഡി എന്താണ്? 12/√2. അപ്പോൾ സൈഡ് കിട്ടിയില്ലേ? ഇനി ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. സോ അപ്പോൾ എന്ത് ചെയ്യുക? 12/√2 ഇൻറ്റു 12/√2. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായി? 12 ഇൻറ്റു 12 ബൈ, ഞാൻ താഴെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്തു, അതെന്തായി? 2i അല്ലേ? ഇനി നമുക്ക് 2 വെച്ചിട്ട് ഇത് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. സോ 6 ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 72. ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇനിയാണ് നമ്മളെ എലിവേഷൻ ഡിപ്രഷൻ. ഓൾറെഡി നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രിയിലെ ഏറ്റവും മാർക്സ് കൂടുതൽ ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ എലിവേഷൻ ഡിപ്രഷൻ ആ ഭാഗത്തു നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഫൈൻഡ് ദ സൺ വെൻ ദ സൺ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40. ഓക്കെ, സണ്ണിൻ്റെ എലിവേഷൻ 40 ഡിഗ്രിയാണ്. അപ്പോൾ എലിവേഷൻ ആംഗിൾ തന്നിട്ടുണ്ട് 40. ദ ഷാഡോ ഓഫ് എ ഫ്ലാഗ് പോസ്റ്റ് ഇസ് 15 മീറ്റേഴ്സ്. ഇപ്പോൾ ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഷാഡോ എത്രയാണ് വന്നത്? 50 മീറ്റേഴ്സ് ആണ് വന്നത്. ഓക്കെ, നമ്മൾ ഇതേ സിമിലർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എലിവേഷൻ തന്നെ, സണ്ണ് തന്നെ, ഷാഡോ തന്നെ, പക്ഷെ അവിടെ ഫ്ലാഗ് പോസ്റ്റിൽ വരെ എന്തായിരുന്നു? ഒരു ട്രീ ആയിരുന്നു. ജസ്റ്റ് അത് മാറ്റി ഇവിടെ ഫ്ലാഗ് പോസ്റ്റ് ആക്കിയെന്നുള്ളൂ, ബാക്കി ചെയ്യേണ്ടതെല്ലാം സെയിം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഗർ വരക്കണം. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ എന്ത് ചെയ്യണം? വരക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലാഗ് പോസ്റ്റ് വരച്ചു, ഇത് ഫ്ലാഗ് പോസ്റ്റ് ആക്കി എടുക്കാം. ഇനി സണ്ണിൻ്റെ ലൈറ്റ് അടിച്ചതിന് ശേഷം ഷാഡോ ഗ്രൗണ്ടിൽ ഫോം ചെയ്യുന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എലവേഷൻ വരക്കേണ്ടത് ഷാഡോൻ്റെ അറ്റത്ത് നിന്നും ഫ്ലാഗ് പോസ്റ്റിൻ്റെ മുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ് എത്ര വരുന്നതെന്ന്? 40 വരുന്നത്. ഓക്കെ, ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും. ഓക്കെ, നെയിം ചെയ്യാൻ നമുക്ക് എ ബി സി. ഇപ്പോൾ ബി സി ആണ് നമ്മളെ ഫ്ലാഗ് പോസ്റ്റ്, വേണമെങ്കിൽ എഫ് എന്ന് ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് എ ബി ആണ് എന്ത്? ഷാഡോ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഷാഡോ തന്നിട്ടുണ്ട് അല്ലേ? ഷാഡോ ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് 15. അപ്പോൾ ഷാഡോ തന്നിട്ടുണ്ട്, എത്രയാണെന്ന് എഴുതാം? 15 എഴുതാം. ഫ്ലാഗ് പോസ്റ്റ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഫ്ലാഗ് പോസ്റ്റ്. ഫ്ലാഗ് പോസ്റ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരക്കാം, നമുക്ക് തന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു തന്നത്? സൺ എലിവേഷനിലാണെന്ന് പറഞ്ഞു, 40 ഡിഗ്രി, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷാഡോ ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ഇസ് 50 മീറ്റേഴ്സ്. ഷാഡോവും എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് പോസ്റ്റ് നമുക്കറിയില്ല, അതുകൊണ്ട് അതിന് എന്ത് മാർക്ക് ചെയ്ത്? എഫ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഫ്ലാഗ് പോസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തന്നിക്കണ ആംഗിളാണ്. ആംഗിൾ എത്രയാണ് തന്നിക്കണം? 40. ഈ 40ൻ്റെ ഏത് സൈഡാണ് ഫ്ലാഗ് പോസ്റ്റ്? ഓപ്പോസിറ്റ് സൈഡാണ് ഫ്ലാഗ് പോസ്റ്റ്. ഏത് സൈഡാണ് നമുക്ക് തന്നിക്കണ? ഷാഡോ. അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് ഷാഡോ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഓപ്പോസിറ്റും അഡ്ജസ്റ്റൻറ്റും വരുന്ന ഫംഗ്ഷൻ എടുക്കണം, ടാൻ. ഇവിടെ സൈനോ കോസോ എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ആൻസർ എന്ത് ചെയ്യൂല? കിട്ടൂല. കാരണം സൈനിലും കോസിലും എന്ത് വരുന്നുണ്ട്? ഹൈപ്പോട്ടന്യൂസ് വരുന്നുണ്ട്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ട, ഹൈപ്പോട്ടന്യൂസ് അവർ തന്നിട്ടില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ എടുക്കുക? ടാൻ തന്നെ എടുക്കുക. അപ്പോൾ ടാൻ എത്രയാണ്? 40 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഫ്ലാഗ് പോസ്റ്റ്, എഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി സി എന്ന് എഴുതാം. ഇനി അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഷാഡോ 15. ഓക്കെ, തന്നിട്ടുണ്ട്. ഇനി
ടാൻ 40 എത്രയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കിയേ. ടാൻ 40 0.84. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0.84 ഇസ് ഈക്വൽ ടു, ഫ്ലാഗ് പോസ്റ്റ് അറിയില്ല, താഴെ 15. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ 15 എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലേ. 0.84 ഇൻറ്റു 15 ഇസ് ഈക്വൽ ടു എഫ്. അപ്പം അതിൻ്റെ വാല്യൂ നോക്കാം. 8 ഇൻറ്റു 0.84 നമുക്ക് എത്ര കിട്ടും? 6.72. ഇതാണ് നമുക്ക് ഫ്ലാഗ് പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യുക, കിട്ടാം. ഓക്കെ, ഇനി ഒരു സബ് ക്വസ്റ്റ്യനും കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ സൺ ഇസ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 45 ഡിഗ്രി. അതായത് സൂര്യനല്ലേ, സമയം കഴിയുമ്പോൾ അതിൻ്റെ എലവേഷൻ മാറിക്കൊണ്ടിരിക്കൂലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ്റെ പൊസിഷൻ ആയിരിക്കുമല്ലോ ഉച്ചയ്ക്ക്, അതായിരിക്കില്ലല്ലോ വൈകിട്ട്. അപ്പോൾ സൂര്യൻ്റെ എലവേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഷാഡോവിൻ്റെ നീളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഫ്ലാഗ് പോസ്റ്റ് ഫിക്സ്ഡ് ആണ്, അതിന് നീളം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ഫിഗർ വരക്കാം. ഫ്ലാഗ് പോസ്റ്റ്, ഷാഡോ, എലവേഷൻ. ഇവിടെ നമുക്ക് ആംഗിൾ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. വാട്ട് വുഡ് ബി ദ, ഇല്ല ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ഡിഗ്രി. നമുക്ക് തരാത്തത് എന്താണ്? ഷാഡോണ് തരാത്തത്. ഓക്കെ, ഷാഡോന് ഞാൻ എന്തെന്ന് മാർക്ക് ചെയ്തു, എസ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ആംഗിൾ തന്നിട്ടുണ്ട്, ഷാഡോ തന്നിട്ടുണ്ട്. ഓൾറെഡി ഫ്ലാഗ് പോസ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 6.72. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം, ഷാഡോ കണ്ടുപിടിക്കാം. കാരണം ആംഗിൾ മാറിക്കഴിഞ്ഞാൽ ഷാഡോ മാറും അല്ലേ. അത് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളാണ്. നമുക്ക് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ നേരിൽ ഉച്ചക്കത്തെ നേരിൻ്റെ നീളം വ്യത്യാസം ഉണ്ടാവും, വൈകിട്ട് വ്യത്യാസം ഉണ്ടാവും അല്ലേ. സൂര്യൻ്റെ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഷാഡോ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ ആംഗിൾ 40 ഉണ്ടായിരുന്നു, 45 ആയി. അപ്പോൾ ഷാഡോയിൽ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെയും എന്ത് തന്നെ എടുക്കാം, ടാൻ തന്നെ എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് 6.72 ബൈ അഡ്ജസൻറ്റ് സൈഡ് എസ്. ഓക്കെ, സോ ടാൻ 45 നമുക്കറിയാം എത്രയാണ്, 1 ആണ്. 1 ഇസ് ഈക്വൽ ടു 6.72 ബൈ ഷാഡോ. ഓക്കെ, സോ ഷാഡോ ആണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1 ഇൻറ്റു ഷാഡോ ഇസ് ഈക്വൽ ടു ഷാഡോ എത്രയാണ്, 6.72. 45 ആയതുകൊണ്ട് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഫ്ലാഗ് പോസ്റ്റും ഷാഡോവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. 6.72 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും? ഓക്കെ മക്കളെ, അപ്പോൾ സാർ ഇത് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഫ്ലാഗ് പോസ്റ്റ് വരച്ചു. ഓൾറെഡി നമുക്ക് ഷാഡോ തന്നിട്ടുണ്ടായിരുന്നു, ഷാഡോ മാർക്ക് ചെയ്തു. ആംഗിൾ ഓഫ് എലവേഷൻ 40 ആണ് തന്നത്, 40 മാർക്ക് ചെയ്തു. ടാൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഫ്ലാഗ് പോസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു രണ്ടാമത്തേൽ എന്ത് തന്നില്ല, ഷാഡോ തന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫ്ലാഗ് പോസ്റ്റിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു. സോ ആ ഹൈറ്റ് നമ്മൾ യൂസ് ചെയ്തു. ആംഗിൾ 45 ആണ് തന്നത്. ആ 45 യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഷാഡോ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABCD ഇസ് എ റോംബസ്. ഒരു റോംബസ് ആണ് നമുക്കിവിടെ തന്നേക്കണം. ഫിഗർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആംഗിൾ BAD 80 ആണ് തന്നിട്ടുള്ളത്. സോ BAD എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെ 80 എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് AC 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. AC എന്ന് പറഞ്ഞ സൈഡ്, ഡയഗണലാണ്. AC എന്ന് പറഞ്ഞ ഡയഗണൽ നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 10 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിഗറും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സബ് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ AP ഇസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് AP നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. AP എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ നോക്കിയാൽ കാണാം. AC എന്ന് പറഞ്ഞ ഡയഗണലിൻ്റെ ഹാഫാണ് AP. ഹാഫ് എന്ന് പറയാൻ കാരണം ഒരു റോംബസിൽ 2 ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. വിച്ച് മീൻസ് അവർ 90 ഡിഗ്രി ആയിരിക്കും കൂട്ടിമുട്ടുന്ന സ്ഥലം, ആൻഡ് കൂട്ടിമുട്ടുന്ന സ്ഥലം മിഡ് പോയിന്റ് ആയിരിക്കും. സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് ആയിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. സോ AP എന്ന് പറയുന്നത് AC-യുടെ ഹാഫ് ആയിരിക്കും. സോ AC 10 ആണെങ്കിൽ AP എന്തായിരിക്കും, 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PBയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. PB ഏതാണ്, രണ്ടാമത്തെ ഡയഗണലിൻ്റെ ഹാഫ് അല്ലെ. രണ്ടാമത്തെ ഡയഗണൽ PD ആണ്, പക്ഷെ PB ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഡയഗണലിൻ്റെ ഹാഫാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ റോംബസിൻ്റെ അകത്തുനിന്നും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. ഈ ഗ്രീൻ കളറിൽ കാണുന്നതായിരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കാൻ ഇവിടെ. അതിൽ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ B ആണ് വരുന്നത്, P ആണ്. ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട്, A വരുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക, ഇവിടെ A ഫുള്ള് 80 ആണ്. പക്ഷേ നമ്മൾ ഡയഗണൽ വരച്ചപ്പോൾ 80 ഹാഫ് ആവും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരാം, 40 ഡിഗ്രി ആയിരിക്കും വരാം.
ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ റോംബസിൻ്റെ അകത്തുനിന്നും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പി ബി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എ പി ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ എന്തെന്ന് എഴുതിയിട്ടുണ്ട്? 5. അപ്പോൾ എ പിൻ്റെ അവിടെ എന്ത് മാർക്ക് ചെയ്തു? 5 മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്, തന്നിക്കണത് അഡ്ജസ്റ്റ് സൈഡ്. എഗെയിൻ വി ആർ ഗോയിങ് ടു ടേക്ക് tan. സോ tan 40. ഓപ്പോസിറ്റ് സൈഡ് പി ബി, അഡ്ജസ്റ്റ് സൈഡ് 5. ആൻഡ് tan 40യുടെ വാല്യൂ ദേ ഇവിടെ തന്നിട്ടുണ്ട്. tan 40 എത്രയാണ്? 0.83. ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരാം. സൈനും തരും, കോസും തരും. അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് അതും കൂടി തരും. കാരണം നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മൾ അതിൽ നിന്ന് കറക്റ്റ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സാധനം വേണം സെലക്ട് ചെയ്യാനായിട്ട്. സോ tan 40 0.83. 0.83 is equal to PB by 5. So 5 ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 0.83 into 5 is equal to PB. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.83 into 5. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4.15. അപ്പോൾ പി ബി കിട്ടി. എത്രയാണ്? 4.15. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി റോംബസ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റോംബസിന്റെ ഏരിയ എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ. നോക്കി, നമുക്കിപ്പോൾ രണ്ടാമത്തെ ഡയഗണലിന്റെ ഹാഫാണ് കിട്ടിയത്, 4.15 പി ബി. ഓക്കെ, ഇനി താഴെയുള്ള ഈ പി ഡിയും എന്ത് തന്നെയായിരിക്കും? 4.15 ആയിരിക്കൂലേ? അപ്പോൾ ടോട്ടൽ എന്തായി അവിടെ? 8.30 ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ അല്ലെങ്കിൽ ബി ഡി എന്താണ്? 8.30. സെക്കൻഡ് ഡയഗണൽ എ സി നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ബി എച്ച് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ബേസും ഹൈറ്റും തന്നിട്ടില്ല, 2 ഡയഗണലാണ്. അപ്പോൾ വേറൊരു ഇക്വേഷൻ കൂടി റോംബസിനുണ്ട്. അതാണ് ഹാഫ് D1D2, ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇവിടെ ചെയ്യാമല്ലോ, കാരണം നമുക്ക് 2 ഡയഗണൽസും അറിയാം. 2 ഡയഗണൽസിൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8.30. ഓക്കെ, ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ 83.0/2 എന്നാവും. കാരണം 10 വെച്ചിട്ട് നമുക്കൊരു പോയിന്റ് എന്ത് ചെയ്യാൻ? കളയാം. ഇനി 83നെ നമുക്ക് 2 വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 83 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? 41.5. അല്ലെങ്കിൽ ഫ്രാക്ഷനിൽ എഴുതണമെങ്കിൽ ഫ്രാക്ഷനിൽ അങ്ങനെ തന്നെ എഴുതിയാലും മാർക്ക് കിട്ടും. 83/2 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പോയിന്റിലൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ ആക്കാം? 41.5 ആയിരിക്കും ഈ ഒരു റോംബസിന്റെ എന്ത് വരുന്നത്? ഏരിയ വരുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. ഓക്കെ, ഷുവറായിട്ടും ചോദിക്കാൻ പോകുന്ന, എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു കാറ്റഗറി. സെയിം ക്വസ്റ്റ്യൻ ആണെന്നല്ല പറയുന്നത്, കാരണം നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എലവേഷൻ ഡിപ്രഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ നേരത്തെയും ചെയ്തത്. പക്ഷെ അത് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഷാഡോഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് അത്യാവശ്യം ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിപ്പം ഉണ്ടാവും, ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ അവർ പറഞ്ഞിട്ടുണ്ടാവും, ഫിഗർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ ഫിഗർ കറക്റ്റായിട്ട് വരച്ച് അതിൽ മാർക്ക് ചെയ്യേണ്ട ആംഗിൾസും സൈഡ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. എലവേഷൻ ഡിപ്രഷൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അറ്റ് എ ടൈം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കിയേ, എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഓരോ സെൻറ്റൻസ് വെച്ച് വായിച്ച് മനസ്സിലാക്കുക. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ 40 meters എവേ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 35. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് നോക്കിയപ്പോഴും എലിവേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ നിൽക്കുന്ന ബിൽഡിങ്ങിനേക്കാൾ വലുതാണ് ടവർ. ആൻഡ് ആ ടവർ എന്താണ്? 40 meter ദൂരെയാണ്. അപ്പോൾ നമ്മൾ ഫിഗർ വരക്കുമ്പോൾ ഇത് ബിൽഡിംഗ് ആണെങ്കിൽ ടവർ കുറച്ച് ഹൈറ്റിൽ വരക്കുക. കാരണം എലിവേഷൻ ആണ് ബിൽഡിങ്ങിന് മേളിൽ നിന്ന്, അപ്പോൾ ടവറിന് ഹൈറ്റ് കൂടുതലാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഫിഗറിൽ വരെയും വേണം. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയും തന്നിട്ടുണ്ട്? 35 തന്നിട്ടുണ്ട്. ഇവിടെ ആ മാൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. മാൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ പറയാത്തതുകൊണ്ട് നമുക്ക് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എന്ത് വരക്കാം? എലിവേഷൻ വരക്കാം. എലിവേഷൻ വരക്കുമ്പോൾ എപ്പോഴും എന്തും വേണം? സ്ട്രെയിറ്റ് ലൈനും കൂടി വേണം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 35 degree എലിവേഷൻ. ഓക്കെ, ഇനി എന്താണ്?
ആൻഡ് സീസ് ദ ഫുട്ട് ഓഫ് ദ ടവർ അറ്റ് എ ഡിപ്രഷൻ ഓഫ് 50. അപ്പോൾ ഇവിടുന്ന് തന്നെ ഡിപ്രഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ താഴോട്ട് നോക്കി, ടവറിൻ്റെ താഴോട്ട് നോക്കി. എത്ര ഡിപ്രഷനിലാണ് നോക്കിയത്? 50ലാണ്. ഡിപ്രഷൻ ആംഗിൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ അല്ലേ? ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഓപ്പോസിറ്റ് എലിവേഷൻ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ എന്തെടുക്കാം? നമുക്ക് 50 എടുക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ എന്ത് വരച്ചു? ഫിഗർ വരച്ചു. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡ്രോ എ റഫ് ഫിഗർ യൂസിങ് ദ ഗിവൻ ഡാറ്റ. അതാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഓൾറെഡി കഴിഞ്ഞു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരുന്ന ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യണം. കാരണം ഇവിടെ ഒന്നിൽ കൂടുതൽ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഇതാണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ട്രയാങ്കിളല്ലേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ആണെങ്കിൽ നെയിമിങ് കൊടുക്കാം. കാരണം സൈഡ്സ് ഒന്നും അറിയില്ല. എ ബി സി, ഇത് ഡി, ഇത് ഇ, എല്ലാ പോയിന്റ്സിന് പേര് കൊടുത്തു. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ്? എ സി. സോ നമുക്ക് ആംഗിളിലേക്ക് വരാം. ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ബിൽഡിംഗ്? അഡ്ജസൻ്റ് അല്ലേ നമുക്ക് അറിയാവുന്ന 40. അപ്പോൾ ഇവിടെ എന്താണ് എടുക്കേണ്ടത്? ടാൻ. ടാൻ 50 കേട്ടോ. ടാൻ 50. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഒട്ടുമിക്ക സ്ഥലത്തും നമുക്ക് ടാൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, ഒരു 90% അല്ലെങ്കിൽ 99%ഉം ടാൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരാം. സൈൻ കോസ്റ്റ് ഉപയോഗിക്കേണ്ടെന്നല്ല, കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ടാൻ ആയിരിക്കും. ഓക്കെ, അപ്പം ടാൻ 50 എടുത്തു. ടാൻ 50 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്താണ്? എ സി, അതാണ് ബിൽഡിംഗ്. ബൈ അഡ്ജസൻ്റ് എന്താണ്? എ ബി. 14 തന്നിട്ടുണ്ട്, അപ്പം നമ്മൾ 14 എഴുതി. ടാൻ 50 വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. ഇതേ എത്രയാണ്? 1.19 ആണ്. ഞാൻ 1.19 എന്നിട്ടു എ സി ബൈ 40. ഓക്കെ, എ സി കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 40 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 1.19 ഇൻറ്റു 40 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ സി കിട്ടും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1.19 ഇൻറ്റു 40 ആൻസർ കിട്ടാം 47.6 ആണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ്? 47.6. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? അതാണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ. ടവർ എന്ന് പറയുമ്പോൾ ഫുള്ളുണ്ട്, വിച്ച് മീൻസ് ഇത് ഫുള്ളുണ്ട്. ബി ഇ ഉണ്ട്. പക്ഷെ ബി ഇ സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ ഇല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ടവർ കണ്ടുപിടിക്കാനായിട്ട് മേളിലത്തെ ട്രയാങ്കിൾ മാത്രം, ഈ ബ്ലൂ കളറിൽ കാണുന്ന ട്രയാങ്കിൾ ഉണ്ടാവും, ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? ആദ്യം ഇ ഡി കണ്ടുപിടിക്കും. ഓക്കെ, ഇ ഡി കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം ബി ഡി ആഡ് ചെയ്യും. കാരണം ബി ഡി അല്ലേ ഇവിടെ കിട്ടിയേക്കണം 47.6. ഇത് രണ്ടും സെയിം അല്ലേ? എ സിയും ബി ഡിയും സെയിം ലൈൻ അല്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന സെയിം ലൈൻ അല്ലേ? അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെ വരാം 47.6. ഇത് ഓൾറെഡി അറിയാം. ഇനി ഇ ഡി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 40 ഓൾറെഡി താഴത്തുണ്ട്. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 40 എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുക്കുക എന്താണ്? ടാൻ ആണ്. അപ്പോൾ ടാൻ 35 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇ ഡി ആണ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 40 ആണ്. ഈ 40 എങ്ങനെ കിട്ടിയത്? ഗ്രൗണ്ടിൻ്റെ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും മേൾ. കാരണം ടവറും ബിൽഡിംഗ് എപ്പോഴും എന്താണ്? പാരലായിട്ടാണ് നിൽക്കുക. താഴത്തെ എന്താണോ ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എവിടെയും വരാം, മുകളിലും വരാം. സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടാൻ 35 എത്രയെന്ന് അറിയാം? ടാൻ 35ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.7 ഇസ് ഈക്വൽ ടു ഇ ഡി ബൈ 40. 40 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 0.7 ഇൻറ്റു 40 ഇസ് ഈക്വൽ ടു ഇ ഡി. ഓക്കെ, സോ 0.7 ഇൻറ്റു 40 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 28 ആണ്. അപ്പോൾ ഇ ഡി എത്ര കിട്ടി? 28 കിട്ടി. ക്ലിയർ അല്ലേ? പക്ഷേ ഈ 28 അല്ലെങ്കിൽ ഇ ഡി അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ടവറാണ് വേണ്ടത്. ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ എടുക്കണം അല്ലേ? ഹൈറ്റ് ഓഫ് ടവർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ ഡി പ്ലസ് ബി ഡി അല്ലെങ്കിൽ ഡി ബി. ഇ ഡി എത്രയാണ്? 28 പ്ലസ് ഇനി ബി ഡി നമ്മൾ എത്ര എഴുതിയേക്കണം? 47.6. സോ ഫൈനൽ ആൻസർ ഇസ് 75.6. ഹൈറ്റ് ഓഫ് ടവർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 75.6.
ക്ലിയർ ആണ്? കണ്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്ര ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്? 2 ട്രയാങ്കിൾ. അറ്റ് എ ടൈം എലവേഷനും വന്നിട്ടുണ്ടായിരുന്നു, ഡിപ്രഷനും വന്നിട്ടുണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾസിൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ ഏകദേശം 3 സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇങ്ങനെ സിറ്റുവേഷൻസ് മാറുള്ളൂ. ബിൽഡിംഗ് മാറും, ടവർ മാറും, അവിടെ ഹില്ല് വരും, ചിലപ്പോൾ റിവറിൻ്റെ വിഡ്ത്ത് ആയിരിക്കും, റോഡ് ഉണ്ടാവും, പോസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല റിയൽ ലൈഫ് ഇൻസിഡൻസ് വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷനിലേക്ക് ചെറിയ മാറ്റം ഉണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ റിവർ. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? റിവറിൻ്റെ എഡ്ജിൽ, തീരത്ത് നിൽക്കാണ്. സീസ് ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദി അതർ എഡ്ജ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60. ഇപ്പോൾ രണ്ടാമത്തെ മറ്റേ എഡ്ജിലുള്ള ഒരു മരത്തിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്തു? നോക്കി, എലിവേഷനിലാണ് നോക്കിയത്. ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്, 10 മീറ്റർ ബാക്കിലേക്ക് നടന്നപ്പോൾ എലിവേഷൻ ഒബ്വിയസ്ലി എന്തായാലും എന്ത് ചെയ്യും? കുറയും. അപ്പോൾ 60 എന്നുള്ളത് എത്തായി? ഇറ്റ് ഇസ് ആൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി, 30 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫിഗർ വരക്കാൻ. അപ്പോൾ റിവറിൻ്റെ തീരത്ത് എന്തുണ്ട്? ട്രീ. രണ്ടാമത്തെ തീരത്ത് നിന്ന് ആ കുട്ടി ട്രീയുടെ മുകളിലേക്ക് നോക്കി, എലിവേഷൻ എത്രയായിരുന്നു? 60 ആയിരുന്നു. സ്റ്റെപ്പിംഗ് 10 meters ബാക്ക്, ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല, എന്തായാലും റിവറാണ്. ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് നോക്കിയപ്പോൾ എലിവേഷൻ എന്തായിരുന്നു? 30. ആൻഡ് 10 meters സ്റ്റെപ്പ് ബാക്ക് ചെയ്തത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫിഗർ. ഇനി നെയിം ചെയ്യാം. എ, ബി, സി, ഡി നെയിം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നെ ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദിസ് എന്നാണ്. നമ്മൾ ഫിഗർ എന്ത് ചെയ്ത് വരച്ചു. രണ്ടാമത്തത് ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. റിവറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 60 ആണ് നമുക്ക് തന്നേക്കണ ആംഗിൾ അല്ലേ. തൊട്ടിപ്പുറത്തെ ആംഗിൾ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ലീനിയർ പെയർ വെച്ചിട്ട് നമുക്കിത് 120 കിട്ടൂലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 120യും ഇവിടെ 30യുമാണ്. ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ നോക്കിക്കോട്ടെ, ഞാൻ മാർക്ക് ചെയ്യാൻ ട്രയാങ്കിൾ. അതെ, ഈ ഗ്രീൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല, നോർമൽ ട്രയാങ്കിൾ ആണ് ഗ്രീൻ കളറിൽ കാണുന്നത്. 120 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലീനിയർ പെയർ വെച്ച് തൊട്ടിപ്പുറത്തെ ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി ഈ മൂന്നാമത്തെ ആംഗിളും 30 ആയിരിക്കും അല്ലേ? കാരണം 180 മൈനസ് 120 പ്ലസ് 30 ചെയ്താൽ 180 മൈനസ് 150 ആണ്. അപ്പം മൂന്നാമത്തെ ആംഗിൾ എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് 30 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആയില്ലേ? ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 2 ആംഗിൾസിനൊപ്പം തന്നെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു സൈഡ് കിട്ടിയില്ലേ? ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ മെത്തേഡും കൂടി ഉണ്ട്, പക്ഷെ അതിന് സമയം ഒരുപാട് കൂടുതലെടുക്കും, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. ഇനി ഇൻ ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് BC ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് BD ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡും തന്നേക്കണത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? കോസ് എടുക്കണം. ഓക്കെ, കോസ് ആംഗിൾ എത്രയാണ്? 60 ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് BC ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 10. ഇനി കോസ് 60യുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് കോസ് 60യുടെ വാല്യൂ വരുന്നത്? 1/2 ആണ് അല്ലേ? അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു BC ബൈ 10. 10 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു BC. എത്ര കിട്ടും? BC 5 കിട്ടി. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ റിവർ എന്താണ്? വിഡ്ത്ത് ഓഫ് റിവർ ഇസ് ഈക്വൽ ടു 5 മീറ്ററിലായിരിക്കും. നമ്മൾ മീറ്ററിലല്ലേ എഴുതിയേക്കുന്നത്, ഇത് മീറ്ററിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ, രണ്ടാം സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത് ഹൈറ്റ് ഓഫ് ദ ട്രീ. അത് ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? പൈത്തഗോറസ് തിയറം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് ട്രിഗണോമെട്രി വെച്ച് തന്നെ ചെയ്യാം. എന്തെടുത്താൽ മതി? സൈൻ എടുത്താൽ മതി. അപ്പോൾ സൈൻ 60 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, CD ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 10. സൈൻ 60യുടെ വാല്യൂ √3/2. 10 ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു CD. 210ൽ 5 ടൈംസ് 5 ഇൻറ്റു √3 5√3 ഇസ് ഈക്വൽ ടു CD ആണ് എന്ത്? ഹൈറ്റ്. ഈസി ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എലിവേഷൻ ഡിപ്രഷൻ ക്വസ്റ്റ്യൻ അല്ല, സർക്കിളിൻ്റെ അകത്ത് ട്രയാങ്കിൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ അകത്ത് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. 2r sin θ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്
ഓക്കെ, ചിലർ 2r sin a/2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെൻട്രൽ ആംഗിൾ എടുക്കുന്നവർ O/2 അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ ബൈ 2 എന്ന് പഠിച്ചിട്ടുണ്ടാവും. 2r sin θ is equal to ഓപ്പോസിറ്റ് സൈഡ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം. ഫിഗറിൽ AD എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ O ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ C 40 ഡിഗ്രി അതും എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആംഗിൾ C എത്ര മാർക്ക് ചെയ്തേക്കണത്, 40 ഡിഗ്രി മാർക്ക് ചെയ്തേക്കണത്. ഇനി സബ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ആംഗിൾ D എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ C AB എന്ന് പറഞ്ഞ കോഡിൽ നിന്നല്ല വന്നേക്കണത്. ഓക്കെ, ആംഗിൾ Dയും AB എന്ന് പറഞ്ഞ കോഡിൽ നിന്നല്ല വന്നേക്കണത്. സോ ആംഗിൾ C ഇസ് ഈക്വൽ ടു ആംഗിൾ D, രണ്ടും എന്തായിരിക്കും സെയിം ആയിരിക്കും. എന്തെന്ന് എഴുതാം 40 ഡിഗ്രി. ഇത് ഈ ചാപ്റ്ററിലുള്ളതല്ല, നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചതാണ്, നമ്മൾ സർക്കിൾസിൽ പഠിച്ചതാണ്. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ഓക്കെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, രണ്ടിനും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആക്കി എടുക്കാം. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ D എന്ത് കിട്ടി നമുക്കതും 40 ഡിഗ്രി. ഇനി ആംഗിൾ ABD എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ഈ ആംഗിൾ. ഓക്കെ, ആംഗിൾ എന്തായിരിക്കും, ഇതും നമ്മൾ സർക്കിൾസിൽ പഠിച്ചതാണ്. ആംഗിൾ ABD ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. കാരണം AD ഇത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്ററിൻ്റെ അറ്റത്ത് നിന്ന് സർക്കിളിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഫിഗർ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം ആംഗിളിന് സെമി സർക്കിളാണ് ഇവിടുത്തെ എന്ത് വരുന്നത് കൺസെപ്റ്റ് വരുന്നത്. സോ റീസൺ എഴുതാം, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, രണ്ടാം സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തത്, ഇഫ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 6, ഡയാമീറ്റർ എത്ര തന്നിട്ടുണ്ട് 6 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB, ABയുടെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പോൾ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 6, സർക്കിളിൻ്റെ ഡയാമീറ്റർ നമുക്ക് എത്രയും തന്നിട്ടുണ്ട് 6 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് കണ്ട, ഈ കോഡിൻ്റെ നീളമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, നമ്മൾ ഇക്വേഷനിലെ 2r sin θ is equal to opposite side, സാറോട് ഒന്നുകൂടി ചെയ്താണേ. 2r sin θ is equal to ഓപ്പോസിറ്റ് സൈഡ്. ഇതിലേക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 2r, r റേഡിയസ് അല്ലേ, അപ്പോൾ ആറിന് പകരം നമുക്കിവിടെ ഡയാമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത് 6 അല്ലേ. 6ൻ്റെ പകുതി എത്ര വരും നമുക്കിവിടെ 3 വരും. 2r എന്നാണ്. അപ്പോൾ 2 × 3 എഴുതിക്കാണ് 6 ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി സൈൻ തീറ്റ അവിടെ എടുക്കുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB എന്ന് പറഞ്ഞ കോഡാണ്. കോഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ആംഗിൾ എടുക്കേണ്ടത്. സൈൻ എന്തെടുത്തു 40 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയില്ല AB എന്ന് എഴുതി. ഓക്കെ, അതായത് 2r റേഡിയസ് 3 ആണ്. വേണമെങ്കിൽ 6 എന്ന് ഡയറക്റ്റ് ചെയ്താൽ ഡയാമീറ്റർ സൈൻ 40 എടുക്കാൻ കാരണം നമുക്ക് വേണ്ടത് AB ആണ്. ABയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് വേണ്ടത്, അത് 40 ആണ്. ഇസ് ഈക്വൽ ടു AB എന്ന് എഴുതി. 2 × 3 6 കിട്ടി. സൈൻ 40യുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ദേ 0.64. അപ്പോൾ 0.64 ഇസ് ഈക്വൽ ടു AB. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 0.64, 6 × 0.64, ആൻസർ എന്താ കിട്ടുക 3.84 ഇസ് ഈക്വൽ ടു AB. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ കോഡ്, ലെങ്ത് ഓഫ് ദി കോഡ് AB ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി 3.84. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സർക്കിളിൻ്റെ അകത്ത് ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 മാർക്ക് 3 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2r sin θ is equal to ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എലവേഷൻ ഡിപ്രഷൻ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ കൃത്യമായിട്ട് വരക്കാം. ഓക്കെ, എ ബോയ് ഈസ് സ്റ്റാൻഡിങ് 40 meters away from the foot of a tower and sees the top of the tower at an elevation of 45. ഓക്കെ, അപ്പോൾ ആദ്യം ടവർ വരക്കണം. ടവറിൻ്റെ താഴെ എത്ര മീറ്റർ മാറിയിട്ടാണ് 40 മീറ്റർ മാറിയിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടി എന്ത് ചെയ്തു, ടവറിൻ്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ മുകളിലേക്ക് നോക്കി, എലവേഷൻ എത്രയായിരുന്നു 45. അപ്പോൾ അവർ പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തു. അനദർ ബോയ് സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ടവർ. അപ്പോൾ ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പുറം അല്ലേ, അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നോക്കി. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടവർ സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് ആൻ എലവേഷൻ ഓഫ് 38. അപ്പോൾ രണ്ടാമത്തെ കുട്ടി നോക്കിയ എലവേഷൻ എത്രയാണ് 38 ആണ്. രണ്ട് സൈഡിൽ നിന്നാണ് നോക്കിയത് അല്ലേ. ഒരു പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പോസ്റ്റിന് പകരം ടവർ ആണെന്നുള്ളൂ.
ആദ്യത്തെ സൈഡിൽ നോക്കിയപ്പോൾ 45 ഡിഗ്രി, രണ്ടാമത് അവിടുന്ന് വേറൊരു കുട്ടി നോക്കിയപ്പോൾ 38 ഡിഗ്രിയാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി ഫിഗർ. നമ്മൾ റഫ് ഫിഗർ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചെയ്തു, രണ്ടാമത്തെ. അതിന് നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഗ്രീൻ ട്രയാങ്കിളും എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ബ്ലൂ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ ബ്ലൂ ആണ്. പക്ഷേ നമുക്ക് ബ്ലൂ വെച്ച് ചെയ്യാൻ പറ്റൂല, ആംഗിൾ മാത്രമല്ല, അവിടെ സൈഡില്ല. ഗ്രീനിൽ ആംഗിളും ഉണ്ട്, സൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ. ഹൈറ്റ് ഓഫ് ദി ടവർ ഞാൻ എച്ച് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്തെടുത്താൽ മതി, tan 45. ഡയറക്റ്റ് നമുക്ക് ആൻസർ പറയാം 40 തന്നെ ആയിരിക്കും, എന്നാലും നമുക്ക് ഇത് വെച്ച് ചെയ്യാം. tan 45, ഓപ്പോസിറ്റ് സൈഡ് എച്ച്, അഡ്ജസ്റ്റന്റ് സൈഡ് 40. tan 45 1 എച്ച് ബൈ 40. 40 ഇപ്പുറം വരുമ്പോൾ 40 ഈസ് ഈക്വൽ ടു എച്ച്. അപ്പോൾ ഹൈറ്റ് എന്ത് തന്നെയായിരിക്കും, 40 തന്നെ ആയിരിക്കും. 40 മീറ്റർ തന്നെ ആയിരിക്കും ഹൈറ്റ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇനി ഹൗ ഫാർ ഇസ് ദ സെക്കൻഡ് ബോയ് സ്റ്റാൻഡിങ് എവേ ഫ്രം ദി ബോട്ടം ഓഫ് ദി ടവർ. രണ്ടാമത്തെ കുട്ടി ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഇവൻ ടവറിൽ നിന്നും എത്ര ദൂരത്തിലാണ്. അപ്പം ഇതിൻ്റെ ബേസ് എല്ലാം കണ്ടുപിടിക്കുന്നത് ബ്ലൂ ട്രയാങ്കിളിൻ്റെ. ഇനി ബ്ലൂ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ ഹൈറ്റ് അറിയാം, എത്രയാണ്, 40 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെയും എന്തെടുത്താൽ മതി, ടാൻ എടുത്താൽ മതി. tan 38. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, എച്ച്, ഹൈറ്റ് ഓഫ് ദി ടവർ അറിയാം 40 ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അറിയില്ല, ഞാൻ ജി എന്ന് വിളിച്ചു, ഗ്രൗണ്ട് അല്ലേ, ജി. ഇനി tan 38 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് എത്രയാണ്, 0.78. സോ 0.78 is equal to 40 by G. ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാരണവശാലും ഫസ്റ്റ് ഡയറക്റ്റ് 40 ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഡിനോമിനേറ്റർ വേണം നമ്മളെപ്പോഴും മാറ്റാൻ. ഞാൻ ജീന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ജി ഇൻറ്റു 0.78 is equal to 40. എന്നിട്ട് 0.78 അങ്ങോട്ട് കൊണ്ടുപോകാം, എപ്പോഴും അങ്ങനെ ചെയ്യാം കേട്ടോ. സോ ജി ഗ്രൗണ്ട് ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു ആയിരുന്നു, ഇപ്പം വരുമ്പോൾ ഡിവൈഡ് ആവും 0.78. ഇത് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവോ, എന്താ ചെയ്യേണ്ടത്, 40 ബൈ 0.78 അല്ലേ. പോയിന്റ് മാറ്റണം, പോയിന്റ് ചെയ്യേണ്ട എത്ര പ്ലേസ് ഉണ്ട്, 2 പ്ലേസ്. അപ്പോൾ 100 വെച്ച് മുകളിലും താഴെയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 40 എന്നുള്ളത് എന്താവും, 4000 ബൈ താഴെ എന്ത് വരും, 78. ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സാർ ഇപ്പോൾ ഡിവൈഡ് ചെയ്ത ആൻസർ പറയാം. 40 ബൈ ആൻസർ കിട്ടുക 51.28 ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ബോയുടെ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത റിവറിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതൊക്കെ 3 മാർക്കിന് ടൈപ്പ് എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത സണ്ണിൻ്റെ എലവേഷൻ, ഇതൊക്കെ 4 മാർക്കിനായിരിക്കും. സണ്ണിൻ്റെ എലവേഷൻ, ഈ ക്വസ്റ്റ്യനൊക്കെ വരുന്നത് നമുക്കൊരു 3 മാർക്ക്, മാക്സിമം ഒരു 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, എലവേഷൻ ക്വസ്റ്റ്യൻസിനായിരിക്കും എപ്പോഴും എന്ത് കൂടുതലുണ്ടാവുക, മാർക്ക് കൂടുതലുണ്ടാവുക. കാരണം അതിൽ കാൽക്കുലേഷൻസ് കൂടുതലാണ്. ഫിഗർ ഒന്നും തന്നിട്ടുണ്ടാവില്ല, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരക്കണേ പോലും നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ. കണ്ട, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി ഗിവൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഫിഗർ വരക്കണേന് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഫിഗർ വരക്കണേന് നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അത് ഫിഗറിലുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യണേന് നമുക്ക് എന്ത് കിട്ടും, മാർക്സ് കിട്ടും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വരക്കാം, കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ ശരിയാണെങ്കിലും ഫിഗർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആൻസർ എന്തായിപ്പോവും, തെറ്റിപ്പോവും. ഇപ്പോൾ ഫിഗർ കറക്റ്റ് ആക്കിയിട്ട് കാൽക്കുലേഷൻ തെറ്റിയാലും നമ്മുടെ ഫുൾ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് നോക്കി ഓരോ സബ് ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.